ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂട്ടുകാരെ, ഞാനിന്നിവിടെ ഒരു മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു വെറൈറ്റി രീതിയിൽ. ഇതിനു മുമ്പ് ഞാൻ മീൻ കറി വെക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടേ. അപ്പൊ ഓരോ വീഡിയോസും, അതായത് മീൻ കറി വെക്കുന്ന വീഡിയോസേ വെവ്വേറെ രീതിയിലുള്ളതാണ്. ഈ മീൻ കറി വെക്കാനായിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെ പൊടി അങ്ങോട്ട് ഇട്ടു. അതങ്ങോട്ട് പൊട്ടി വന്നപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നപ്പോഴേക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി അത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവണവരൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് റെഡി ആയിട്ട് വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ. അപ്പോൾ അതങ്ങോട്ട് ബ്രൗൺ കളറായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ്. അപ്പോൾ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി അങ്ങോട്ട് ചെറുതായി കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു. അതങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടേ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെയും അങ്ങോട്ടൊന്നും കൂടി വഴറ്റി അങ്ങോട്ട് എടുത്ത് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി തുടങ്ങുമ്പോൾ നമുക്ക് ആ തീ ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ആ പൊടികളുടെ പച്ചമണം മാറണവരെ അങ്ങോട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് കുറച്ച് നിറത്തിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ചേർത്ത് അത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്തു. ഇതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നപ്പോഴേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. അതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, തക്കാളി ഒന്ന് വാടി കിട്ടണേ. അപ്പം അതിന് വേണ്ടി അങ്ങോട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ മീൻ കറിയിൽ. അപ്പം ഞാൻ അതിനായിട്ട് ചേർക്കുന്നതേ പച്ച മാങ്ങയാണ്. ഒരു മാങ്ങയുടെ ഒരു പകുതി കഷ്ണം എടുത്തിട്ട് അതും ചെറുതാക്കി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു തക്കാളി ഇട്ടുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പുളി ഉണ്ടാവും. ഈ മാങ്ങയുടെ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കറിക്ക് പുളിയാവും. അപ്പം ആ മാങ്ങയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് റെഡിയായി കിട്ടാനായിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെച്ചു. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു 5 മിനിറ്റ് എടുത്ത് അത് തുറന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ ഗ്രേവിയൊക്കെ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കിടക്കണം, കാരണം നമുക്ക് ഇതിലേക്ക് മീനിട്ട് വേവിക്കേണ്ടതാണല്ലോ. അപ്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇതങ്ങോട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും ആ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശീലാവാണ്. അത് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ തന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുളക് പൊടി ചേർത്ത് കൊടുക്കാണ്ട് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മാത്രം ചേർത്തതേ. അപ്പം മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ചുറ്റിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം. കുറച്ചു നേരം അടച്ച് വേവിച്ച് അങ്ങോട്ട് എടുത്തപ്പോഴേക്കും മീനൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയും അതുപോലെ ചെറിയ ജീരകവും എടുത്തിട്ട് നല്ലവണ്ണം അരച്ച് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. അത് വറക്കാനൊന്നും നിന്നില്ല, തേങ്ങ പച്ചയ്ക്ക് തന്നെയാണ് അരച്ചങ്ങോട്ട് ചേർത്തത്. ശരിക്കും തേങ്ങ അരച്ചുള്ള കറി ഞാൻ ഇങ്ങനെയല്ല വെക്കാറ്, ഇതൊന്നും വഴറ്റാണ്ട് എല്ലാം പച്ചയ്ക്ക് തന്നെയാണ് വെക്കാറ്. പക്ഷെ ഇതേപോലെ അങ്ങോട്ട് ചെയ്തെടുത്തപ്പോഴേക്ക് കറി നല്ല അടിപൊളിയായി. ആ ചെറിയ ജീരകത്തിന്റെ ചെറിയൊരു ഫ്ലേവർ അങ്ങോട്ട് വന്നപ്പോഴേക്കും കറി ഒരു വെറൈറ്റി രുചിയായി. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.